ബിജെപിക്ക് ഇനി പുതിയ മുഖം. പ്രധാന വാർത്തകളിലേക്ക്. രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ. തീരുമാനം ദേശീയ നേതൃത്വത്തിന്റേത്. ഇത്തവണ വൈസ് പ്രസിഡന്റുമാരില്ല. തീരുമാനം അംഗീകരിച്ച് സംസ്ഥാന നേതാക്കൾ. കെ സുരേന്ദ്രൻ തുടരാനുള്ള സാധ്യതയില്ലാതാക്കിയത് സംസ്ഥാന തലത്തിലെ ഗ്രൂപ്പ് പോര്. ശോഭാ സുരേന്ദ്രനും MT രമേശും ഫലപ്രദമാകില്ലെന്നും വിലയിരുത്തൽ. ടെക്നോക്രാറ്റിനെ സംസ്ഥാന അധ്യക്ഷനാക്കി ബിജെപി പരീക്ഷിക്കുന്നത് കൂടുതൽ പൊതുസമ്മതനായ നേതൃത്വത്തെ. ഡൽഹി ജഡ്ജിയുടെ വീട്ടിൽ കത്തിയ നോട്ടുകളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് സുപ്രീം കോടതി. ആഭ്യന്തര അന്വേഷണം തുടരുന്നു. ജഡ്ജി യശ്വന്ത് വർമ്മയെ ജുഡീഷ്യൽ ജോലികളിൽ നിന്ന് മാറ്റി നിർത്തി. ദൃശ്യങ്ങൾ വീട്ടിലേതല്ലെന്ന് ജഡ്ജി. കോഴിക്കോട് പൂവാട്ടുപറമ്പിലെ 40 ലക്ഷം കവർച്ചാ നാടകം. പരാതിക്കാരൻ ഉൾപ്പെടെ 2 പേർ പിടിയിൽ. പ്രതികളെ കുടുക്കിയത് CCTV ദൃശ്യം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് ദർശനം നടത്തിയ SNDP പ്രവർത്തകർ. സംയുക്ത സമിതിയുടെ നീക്കം പത്തനംതിട്ട കോയിക്കൽ ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിൽ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ആശുപത്രി വിടും. വത്തിക്കാനിലെ വസതിയിലേക്ക് മടങ്ങുന്ന പാപ്പയ്ക്ക് 2 മാസത്തെ വിശ്രമം. വിശ്വാസികളെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് ആശീർവദിക്കും. തരൂരിന്റെ മോദി സ്തുതികൾക്ക് ഹൈക്കമാൻഡ് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് VM സുധീരൻ. കോൺഗ്രസ് വിരുദ്ധ സർക്കാരുകളെ അഭിനന്ദിക്കുന്നതും പാർട്ടി വിരുദ്ധ നടപടി തുടർന്നാൽ അച്ചടക്ക നടപടി വരും. തൊടുപുഴയിലെ ബിജു ജോസഫിനെ കൊല്ലാൻ കാരണം സാമ്പത്തിക തർക്കം. ക്രൂരമായി മർദ്ദിച്ചു. തലച്ചോറിനേറ്റ ക്ഷതം മരണകാരണം. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. IPL-ൽ രാജസ്ഥാൻ ഇന്ന് ആദ്യ മത്സരം. സഞ്ജു കളിക്കില്ല. റിയാൻ പരാഗ് നയിക്കും. ചെന്നൈ മുംബൈ സൂപ്പർ പോരാട്ടവും ഇന്ന്. വിശദമായ വാർത്തകളിലേക്ക്. കേരള BJPയെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ. കോർ കമ്മിറ്റി യോഗത്തിൽ BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകും. 2ാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. VV വിനോദ് വിവരങ്ങളുമായി. വിനോദ്, സുരേന്ദ്രൻ തന്നെ തുടരുമെന്നൊരു പ്രതീതി ഉണ്ടായിരുന്നെങ്കിലും രാജീവ് ചന്ദ്രശേഖറിന്റെ തിരുവനന്തപുരത്തെ സാന്നിധ്യം, കഴിഞ്ഞ കുറെ നാളുകളായുള്ള സാന്നിധ്യം പലവിധ അഭ്യൂഹങ്ങൾക്കും കാരണമായിരുന്നു. ഇപ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം വന്നിരിക്കുന്നത്. എന്തൊക്കെ വിശദാംശങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്? ശ്രീജ, സംസ്ഥാനത്ത് BJPയെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എത്തുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഇനി നോമിനേഷൻ നൽകാനുള്ള നടപടിക്രമങ്ങളാണ് അവശേഷിക്കുന്നത്. 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് തൈക്കാട് BJP ആസ്ഥാനത്താണ് ഈ നോമിനേഷൻ സമർപ്പിക്കുക. ഇത് പാർട്ടിയുടെ ഒരു സാങ്കേതികമായ നടപടിക്രമമാണ്. ഒറ്റ പേര് മാത്രമേ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. ഇത് കേന്ദ്ര നേതൃത്വത്തിന് അയക്കുകയും അവിടെ നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനമായി ഒരു റിലീസായോ മറ്റോ വരികയോ ചെയ്യും. പക്ഷേ കാര്യങ്ങൾ ഉറപ്പായിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്ത് BJPയെ നയിക്കും. ശ്രീജ പറഞ്ഞതുപോലെ ഇത് കൃത്യമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. കാരണം ഇത് ആദ്യമായല്ല രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ വളരെ നിശബ്ദമായി നിന്ന് പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു മത്സരരംഗത്തേക്ക് വരുന്നത്. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായതും ഏറെക്കുറെ ഇങ്ങനെ തന്നെ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടായിരുന്നു. കാരണം അവിടെ S ജയശങ്കറിൻ്റെ പേര് വരുന്നു, നിർമ്മലാ സീതാരാമൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു, V മുരളീധരൻ അദ്ദേഹം ഒരുപക്ഷെ ആറ്റിങ്ങൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് പറയുന്നു,
കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് മത്സരിക്കും, കുമ്മനം രാജശേഖരൻ ഒരുപക്ഷെ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയിലേക്ക് എത്തും. അങ്ങനെ പല പേരുകൾ, വി രാജേഷിൻ്റെ പേര്, അങ്ങനെ നിരവധിയായ പേരുകൾ പറയുമ്പോഴും രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് ആദ്യഘട്ടത്തിൽ അവിടെയും ഇവിടെയും പറഞ്ഞു പോയതല്ലാതെ കാര്യമായി അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഏതാണ്ട് അതേ മട്ടിൽ അന്ന് എങ്ങനെയാണോ അദ്ദേഹം സ്ഥാനാർത്ഥിയായത്, ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ തോതിൽ വോട്ട് നേടിയത്, അതേ രീതിയിലാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്ത് BJPയെ നയിക്കാൻ അദ്ദേഹം എത്തുന്നത്. ഇവിടെ പാർട്ടിക്കുള്ളിലെ ചില കാര്യങ്ങൾ കൂടി പറയാതെ വയ്യ. ഗ്രൂപ്പ് പോര് ഏറ്റവും മൂർച്ഛിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് BJP കടന്നുപോയത്. അത് കൃഷ്ണദാസ് പക്ഷം, മുരളീധര പക്ഷം എന്ന പരമ്പരാഗതമായ രണ്ട് ചേരിയിലായി നിന്ന ആളുകൾ, അതിനകത്ത് തന്നെ കുറുമുന്നണി ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുമായി മറ്റ് അനിഷ്ടമോ അങ്ങനെ ഒരു താല്പര്യക്കുറവോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 15,000 വോട്ടിന് അദ്ദേഹം ശശി തരൂരിനോട് തോറ്റപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ക്യാമ്പിൽ നിന്ന് ഉയർന്ന ഒരു പരാതി, അല്ലെങ്കിൽ അവർ നിരാശയോടെ പറഞ്ഞത്, ഇവിടുത്തെ ഗ്രൂപ്പ് പോരാണ് രാജീവ് ചന്ദ്രശേഖരനെ വീഴ്ത്തിയത്, അല്ലെങ്കിൽ ചില ആളുകൾ രാജീവ് ചന്ദ്രശേഖർ ജയിക്കാതിരിക്കാൻ വേണ്ടി ചില നീക്കങ്ങൾ നടത്തി. ഒരുപക്ഷെ താഴെത്തട്ടിൽ നല്ല നിലയിൽ BJPയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ 3000 വോട്ടിനെങ്കിലും ജയിക്കേണ്ടതായിരുന്നു എന്ന് അന്ന് തന്നെ വിലയിരുത്തപ്പെട്ടതാണ്. ജയിക്കാനുള്ള രാജീവ് ചന്ദ്രശേഖർ അന്ന് തോറ്റു. ഒരുപക്ഷെ ഇതൊരു മധുര പ്രതികാരം കൂടിയാണ്. അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നു. ആരൊക്കെയാണോ തനിക്കെതിരെ അന്ന് തിരിഞ്ഞു നിന്നത് അവർക്കെതിരെയൊക്കെ ഉള്ള ഒരു ശക്തിയായി രാജീവ് ചന്ദ്രശേഖർ ഉയർന്നു വരുന്നൊരു കാഴ്ചയാണ്. മറ്റുള്ളവരെല്ലാം തന്നെ ഈ പരമ്പരാഗതമായി ഗ്രൂപ്പ് വഴക്കിൽ ഏർപ്പെട്ടിരുന്ന കാലങ്ങളായി BJPയിൽ ചേരിപ്പോരും വിഴുപ്പലക്കും നടത്തിയിരുന്ന ആളുകളെല്ലാം തന്നെ നിഷ്പ്രഭരായി പോകുന്ന ഒരു സാഹചര്യമാണ്, ഇടമില്ലാതായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി കേന്ദ്ര നേതൃത്വം കനിയണം. ഇവർക്കൊക്കെ എവിടെയെങ്കിലും ഒരു അക്കോമഡേഷൻ കിട്ടണമെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ സംഘടനാ തലത്തിലോ അല്ലെങ്കിൽ പാർലമെൻ്ററി ജനാധിപത്യ രംഗത്തോ രാജ്യസഭയിലോ ഒക്കെയോ മറ്റോ ഒക്കെ പോകേണ്ടി വരണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വഴി ഉടനെ പാർലമെൻറ്റിൽ എത്താൻ കഴിയില്ല, രാജ്യസഭാ സീറ്റുകൾ വഴിയൊക്കെയാണ് പലർക്കും അവിടെ എത്താൻ കഴിയുക. അങ്ങനെയൊക്കെ എത്തണമെങ്കിൽ പോലും ഇനി കേന്ദ്ര നേതൃത്വം കനിയണം. അതിനൊക്കെ രാജീവ് ചന്ദ്രശേഖറോ സുരേഷ് ഗോപിയോ ഒക്കെ ചെലുത്തുന്ന സ്വാധീനമൊക്കെ അതിന് വലിയ പ്രധാന ഘടകങ്ങളാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മൾ ഇതുവരെ കണ്ട ഒരു ശാക്തിക ചേരിയല്ല ഇപ്പോൾ കേരള BJPയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വം മുതൽ തന്നെ ഇത് പ്രവചിക്കപ്പെട്ടിരുന്ന കാര്യമാണ്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് മുതൽ ഇത് പ്രവചിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ നിരീക്ഷണങ്ങൾ കൃത്യമായി ഉണ്ടായിരുന്നതാണ്. കാരണം ഇവർ ഈ തമ്മിൽ തല്ലും തമ്മിൽ പോരും അതിൻ്റെ പരമോന്നതിയിലെത്തിയിരുന്നു. നേർക്കുനേർ തന്നെ മാധ്യമങ്ങളിലൂടെ ചെളിവാരി എറിയുന്ന നിലയിലേക്കൊക്കെ പരാമർശങ്ങളും ഏറ്റുമുട്ടലും പോയിരുന്നു. അതിനൊക്കെ തന്നെ അറുതിയായിരിക്കുന്നു കേരളത്തിൽ കിടന്നുള്ള ഒരു തായങ്കളി. ആ തായങ്കളിയാണ് അവസാനിച്ചതായി ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ഒരു സന്ദേശമായി നൽകിയിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ തല്ലേണ്ടതില്ല, ഇനി ഒരു പുതിയ മുഖം വരട്ടെ. BJPയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല. ചില സീറ്റുകൾ ക്രമാനുഗതമായി വോട്ട് വർദ്ധിച്ചു, ചില സീറ്റുകൾ നേടാനായി. അതൊന്നും തന്നെ ശാശ്വതമായ ഒരു വിജയമല്ല. ഈ ജയിച്ച സീറ്റുകൾ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ നിലനിർത്താൻ കഴിയുമോ എന്നതിൽ പോലും പാർട്ടിക്ക് സംശയമുണ്ട്. വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു യാത്രയിലാണ് കേരളത്തിൽ പാർട്ടി. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച് ഏതൊരു പരീക്ഷണത്തിനും മുതിരാവുന്ന സാഹചര്യമുണ്ട്. കേരളം BJPയെ സംബന്ധിച്ച് ഏത് വിജയത്തിലേക്ക് പോകുന്നതിന് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം, മാറിയും തിരിഞ്ഞുമുള്ള പരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരു അവസരമാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും കേരളത്തിൽ വന്നു പോകുമ്പോഴെല്ലാം പറയുന്നത് കേരളം പിടിക്കുമെന്നാണ്. പക്ഷേ അവർക്ക് ഇതുവരെ അങ്ങനെ കേരളത്തിൽ അധികാരത്തിലെത്താനോ കേരളത്തിൽ വലിയൊരു ശക്തിയായി മാറാനോ കഴിഞ്ഞിട്ടില്ല. പക്ഷേ 20% വോട്ടിനടുത്തേക്ക് എത്താൻ കഴിഞ്ഞു. അവിടെ കെ സുരേന്ദ്രൻ എന്ന മുൻ പ്രസിഡന്റിൻ്റെ പ്രവർത്തനത്തെ കാണാതിരുന്നുകൂടാ. അതിന് മുൻപ് പാർട്ടിയെ നയിച്ച വി മുരളീധരൻ തുടക്കമിട്ട പ്രവർത്തനങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല. ഒരു കാലത്ത് വോട്ട് മറിക്കലിൻ്റെ പേരുദോഷം മാത്രമുണ്ടായിരുന്ന BJPയാണ് 3000-ഓ 4000-ഓ വോട്ടുകൾ മാത്രം പല മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്ന, പാർലമെൻറ്റ് മണ്ഡലങ്ങളിലടക്കം അത്തരത്തിൽ ചെറിയ വോട്ടുകൾ ഉണ്ടായിരുന്ന ഒരു BJP. ആ BJP ആകെ കേട്ടിരുന്ന പേര് വോട്ട് മറിക്കൽ പാർട്ടി എന്ന പേരാണ്. ആ പേരിൽ നിന്ന് വോട്ട് വിഹിതം നേടുന്ന പാർട്ടിയായി, ഏതാണ്ട് 20%-നടുത്ത് വോട്ട് വിഹിതം നേടുന്ന പാർട്ടിയായി, തദ്ദേശ സീറ്റുകളിൽ ജയിക്കുന്ന പാർട്ടിയായി, ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ പല നിയമസഭാ മണ്ഡലങ്ങളിലും ഒന്നാമതെത്തുകയും എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ആ പ്രകടനം കാഴ്ചവെക്കാതെ പോവുകയും ചെയ്യുന്ന ഒരു പാർട്ടിയായി, തൃശ്ശൂരിൽ ജയിച്ച പാർട്ടിയായി, അങ്ങനെ പേരുദോഷം കേട്ടും ചിലയിടങ്ങളിൽ പേരെടുത്തുമൊക്കെ വന്ന BJP, ആ BJPയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ടേണിംഗ് പോയിൻ്റാണ്. അവരെ സംബന്ധിച്ച് ഒരു ടെക്നോക്രാറ്റ്, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്. ഈ നൈപുണ്യ വികസനം ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്ന സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. രാജ്യസഭാ അംഗമായി അദ്ദേഹം
തിരുവനന്തപുരത്ത് തോൽക്കുമ്പോൾ നിരാശയോടെ പറഞ്ഞു ഇനി തിരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ തിരുത്തലുമായി കേന്ദ്ര നേതൃത്വം വരുന്നു. കേന്ദ്രം ഇപ്പോൾ പുതിയ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. പക്ഷേ വെല്ലുവിളി അവിടം കൊണ്ട് തീരുന്നില്ല. ഇതൊക്കെ ഒരു വാശിക്കോ അല്ലെങ്കിൽ പ്രതികാരമെന്നോണമോ ഏറ്റെടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ജോലി അവസാനിക്കുന്ന ഒരു സ്ഥാനമല്ല. ഇനിയായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് വെല്ലുവിളികൾ നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു. കാരണം ഡിസംബറിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയാണ്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ഈ സംഘടനാ തലത്തിൽ, കേരളത്തിലെ സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിച്ച പരിചയമില്ല. താഴെത്തട്ടിലെ പ്രവർത്തകരുമായി അത്ര കണ്ട് പ്രവർത്തിച്ച ഒരു പരിചയമോ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയുള്ള അനുഭവമോ അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു നിൽക്കുന്ന പല നേതാക്കളെയും ഒപ്പം ചേർക്കേണ്ട ഒരു തന്ത്രപരമായ നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്ത് മനസ്സിലാക്കുന്നത് വിജയിക്കും, അല്ലെങ്കിൽ അത് ഫലപ്രദമായി എങ്ങനെ നിർവഹിക്കും ആ റോൾ എന്നത് ഇനി വളരെ കൗതുകത്തോടെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഗ്രൂപ്പുകൾക്ക് അതീതനായ ദേശീയ നേതൃത്വത്തിന് നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാനാവുന്ന ഒരു സംവിധാനത്തിലേക്ക് കേരള BJP പോവുകയാണോ എന്നതാണ് ഇനി അറിയേണ്ടത്. രാജീവ് ചന്ദ്രശേഖരനെ നിയമിച്ചുകൊണ്ടുള്ള ഈ വാർത്തയിൽ പക്ഷേ BJPയുടെ നേതാക്കൾക്കൊക്കെ വളരെ സന്തോഷമാണ്. ഈ തീരുമാനം ഉചിതമായി എന്നാണ് നേതാക്കളുടെ പൊതുവെയുള്ള പ്രതികരണം. പുതിയ സാഹചര്യത്തിൽ BJP മികച്ച രീതിയിൽ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമെന്നാണ് നേതാക്കളുടെ പ്രതികരണം. എനിക്ക് തോന്നുന്നു ഇത് വലിയൊരു വിപ്ലവകരമായ മാറ്റം കേരളത്തിൽ തന്നെ ഉണ്ടാക്കും. കാരണം അദ്ദേഹം വളരെ കാര്യമാണ്, ഏത് കാര്യം എടുത്താലും അതിന്റെ പുറകിൽ അതിനെ പെർസ്യൂ ചെയ്യാനും അത് നടപ്പാക്കാനും ഒക്കെ ഉള്ള കഴിവുള്ള നല്ലയുള്ള ആളാണ്. പിന്നെ എല്ലാവരോടും ഒത്തുകൂടിപ്പോകാനുള്ള വലിയ കഴിവും രാജീവ് ചന്ദ്രശേഖരനുണ്ട്. കേരളത്തിൽ ഇനി പാർട്ടി വളരാൻ പോവുകയാണ്. അതിന്റെ ഒരു തുടക്കമാണത്. നല്ലൊരു ചുവടുവെപ്പാണ്. തീർച്ചയായിട്ടും പാർട്ടി വളരും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, ദേശീയ നേതൃത്വത്തിന് ഒരുപാട് വിശ്വാസം. നമ്മളെല്ലാം കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ പൂർണ്ണമായിട്ടും അംഗീകരിച്ച് രാജീവ് ചന്ദ്രശേഖർജിക്ക് പൂർണ്ണ പിന്തുണ നൽകുക തന്നെ ചെയ്യും. കേരളത്തിലെ ചെറുപ്പക്കാരെ, കേരളത്തിലെ യുവാക്കളെ, കേരളത്തിലെ ടെക്നോകളെ, കേരളത്തിലെ ടെക്നോക്രാഫ്റ്റ്സിനെ, കേരളത്തിലെ ജനങ്ങളെ അവരുടെ ഹൃദയത്തിലേക്ക് എങ്ങനെ ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാം എന്ന പ്രതീക്ഷ അഖിലേന്ത്യാ നേതൃത്വത്തിനുണ്ട്. ആ പ്രതീക്ഷയാണ്, അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ പ്രതീക്ഷയാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. നമുക്കൊക്കെ നമ്മളെ പറ്റി ചിന്തിക്കാം, നമുക്കൊക്കെ നമ്മുടേതായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരാം. പക്ഷെ ആ ചിന്തക്കൊന്നും സംഘടനാ പ്രവർത്തനത്തിൽ പ്രസക്തിയില്ല. സംഘടനാ പ്രവർത്തനത്തിലെ പ്രസക്തി സംഘടനാ ലീഡർഷിപ്പ് എടുക്കുന്നതാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഗ്രൂപ്പുകളൊന്നുമില്ല. നല്ല ആൾക്കാരെ കണ്ട അദ്ദേഹത്തിന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. മിടുക്കനായിട്ടുള്ളൊരു ആളായിട്ട് അദ്ദേഹം മാറുമെന്ന് എനിക്കറിയാം. ആളുകൾ ചിലപ്പോൾ പറയും സാധാരണക്കാരായിട്ട് ബന്ധമില്ല എന്ന്. വെറുതെയാണ്. അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ട് വളർന്നു വന്ന ആളാണ്. സാധാരണക്കാരന്റെ വിഷമങ്ങൾ ഏറ്റവും മനസ്സിലാവുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നി. ഒന്നാമത് തന്നെ കേരളത്തിലെ BJPയുടെ പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിച്ച ഇതിന് മുമ്പ് തന്നെ നിയമസഭയിൽ നിർണായകമായി MLA-മാരോട് കടന്നു വേണ്ട പാർട്ടിയാണ്. അത് പല കാര്യങ്ങളാലും BJP കടന്നു ഉഴലുകയായിരുന്നു. അതിന് മാറ്റം വരുത്തണമെന്ന് BJPയുടെ മുഴുവൻ നേതാക്കന്മാർക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇപ്പോ എല്ലാവരും അംഗീകരിക്കുന്ന, ഒരാൾക്ക് പോലും തർക്കമില്ലാത്ത ഒരു വലിയ നേതാവിനെ പിടിച്ച് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചത്. മോദി ഭരണകാലത്ത് BJPയിൽ എത്തിയ പല നേതാക്കളിൽ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. വ്യവസായി എന്ന നിലയിൽ രാജ്യസഭാംഗമാവുകയും കർണാടക തട്ടകമാക്കുകയും ചെയ്ത രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതോടെ പൂർണ്ണമായും ഇനി പ്രവർത്തന മണ്ഡലം കേരളത്തിലേക്ക് മാറ്റുകയാണ്. വ്യവസായി, രാജ്യസഭാംഗം, കേന്ദ്രമന്ത്രി, ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ. തിരുവനന്തപുരത്ത് മനസ്സെല്ലാ മനസ്സോടെയാണ് മത്സരിച്ചതെങ്കിലും ആ തീരുമാനം രാജീവ് ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ ഗ്രാഫിൽ വഴിത്തിരിവാകുകയാണ്. വേരുകൾ കേരളത്തിലെങ്കിലും കർണാടകയായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ തട്ടകം. 2 തവണ കർണാടകത്തിൽ നിന്ന് സ്വതന്ത്രനായിരുന്നു രാജ്യസഭാ പ്രവേശം. 2006 പിന്തുണച്ചത് JDS എങ്കിൽ 2012 BJP കടാക്ഷിച്ചു. പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാതിരുന്ന രാജീവ് ചന്ദ്രശേഖർ 2014 കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു പിന്നാലെ BJPയുമായുള്ള അകലം കുറച്ചു. 3ാം തവണ രാജ്യസഭയിൽ എത്തും മുൻപേ രാജീവ് BJPയിൽ ചേർന്നിരുന്നു. 2018 മാർച്ച് 18 കൃത്യം 3ാം വർഷം കേന്ദ്രമന്ത്രിസഭയിലേക്ക് മോദിയുടെ വിളിയെത്തി. ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിൽ സഹമന്ത്രി സ്ഥാനം. മന്ത്രിയായിരിക്കെ 2024 തട്ടകമായ ബംഗളൂരുവിൽ നിന്ന് മത്സരിക്കാൻ അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും
തിരുവനന്തപുരത്ത് നിന്ന് ജനവിധി തേടാനായിരുന്നു പാർട്ടി നിയോഗം. തോറ്റെങ്കിലും സിറ്റിംഗ് MP ശശി തരൂരിന് കനത്ത വെല്ലുവിളി ഉയർത്താൻ രാജീവ് ചന്ദ്രശേഖറിനായി. ഇതിനിടെ മൂന്നാം മോദി മന്ത്രിസഭയിൽ ഇടം കിട്ടാത്തതിന് പിന്നാലെ രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്ന ട്വീറ്റും ചർച്ചയായി. പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് തിരുവനന്തപുരത്തുണ്ടാക്കിയ സ്വീകാര്യത BJP നേതൃത്വത്തിന് ബോധിച്ചുവെന്ന് വേണം ഇപ്പോഴത്തെ തീരുമാനം കൊണ്ട് കരുതാൻ. ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ബാക്കി നിൽക്കെ പരമ്പരാഗത രീതി പൊളിച്ചെഴുതി രാജീവ് ചന്ദ്രശേഖറിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് BJP ദേശീയ നേതൃത്വം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റു വാർത്തകൾ നോക്കാം. തൊടുപുഴയിൽ വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ചു തെളിവെടുത്തു. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണം. തർക്കം പരിഹരിക്കാൻ കൊല്ലപ്പെട്ട ബിജുവും ജോമോനുമായുള്ള കരാർ വ്യവസ്ഥകളും പുറത്തുവന്നു. കരാർ പാലിക്കാത്തതിലെ തർക്കമാണ് ക്വട്ടേഷൻ കൊലപാതകത്തിലേക്ക് നയിച്ചത്. തലച്ചോറിനേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലപാതകം. കൊല്ലപ്പെട്ട ബിജുവും കൊട്ടേഷൻ നൽകിയ ജോമോനും ബിസിനസ് പങ്കാളികളായിരുന്നു. ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമായത്. തർക്കത്തെ തുടർന്ന് പോലീസിന്റെ മധ്യസ്ഥതയിൽ ഇരുവരും തമ്മിൽ പണം കൈമാറ്റം സംബന്ധിച്ച കരാറിലും ഏർപ്പെട്ടു. ഇത് പാലിക്കാത്തതിനെ തുടർന്ന് കൊട്ടേഷൻ സംഘത്തിന്റെ സഹായം തേടിയെന്നാണ് ജോമോന്റെ മൊഴി. പിടിയിലായവരിൽ 2 പേരെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ആദ്യം പെട്രോൾ പമ്പിലും പിന്നീട് ബിജുവിന്റെ വീടിന് സമീപത്തും കുഴിച്ചുമൂടിയ ഗോഡൌണിലും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. ജോമോനും മറ്റൊരു പ്രതി ആഷിഖും റിമാൻഡിലാണ്. കൊല്ലപ്പെട്ട ബിജുവിനും കുടുംബത്തിനും നേരെ മുൻപും ഭീഷണിയുണ്ടായിരുന്നുവെന്നാണ് സൂചന. ദിവസങ്ങളോളം പ്രതികൾ ബിജുവിനെ നിരീക്ഷിച്ചു. വ്യാഴാഴ്ച വീട്ടിൽ നിന്നിറങ്ങിയ ബിജുവിനെ പിന്തുടർന്ന ശേഷം കാറിൽ കയറ്റിക്കൊണ്ടുപോയാണ് കൊലപാതകം നടത്തിയത്. ക്രൂരമർദ്ദനത്തിനിരയായ ശേഷമാണ് ബിജു കൊല്ലപ്പെടുന്നത്. മുഖത്തും തലയിലും മർദ്ദനമേറ്റ പാടുകളുണ്ട്. കൈകൾ ബന്ധിച്ചിരുന്നു. എന്നാൽ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാനും ബിജുവിന്റെ ബൈക്കും കണ്ടെത്തേണ്ടതുണ്ട്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ന്യൂസ് 18 തൊടുപുഴ. കൊല്ലം ശക്തികുളങ്ങരയിൽ മയക്കുമരുന്നുമായി പിടിയിലായ യുവതി മയക്കുമരുന്ന് മാഫിയയിലെ പ്രധാനിയെന്ന് പോലീസ്. അനില ബംഗളൂരുവിൽ നിന്ന് MDMA എത്തിച്ചത് കൊല്ലം നഗരത്തിലെ വിതരണക്കാരന് കൈമാറാനാണെന്നാണ് പോലീസിന് ലഭിച്ച സൂചന. വിദ്യാർത്ഥികളെ അടക്കം ലക്ഷ്യമിട്ട് ലഹരിമരുന്ന് കച്ചവടം നടത്തുന്ന ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നീണ്ടകര പാലത്തിലെ വാഹന പരിശോധനയ്ക്കിടെയാണ് കർണാടകയിൽ നിന്ന് MDMAയുമായെത്തിയ അനില രവീന്ദ്രൻ പോലീസിന്റെ വലയിലായത്. ഇവരിൽ നിന്ന് ആദ്യം 50 ഗ്രാം MDMAയും പിന്നീട് നടന്ന മെഡിക്കൽ പരിശോധനയിൽ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച 40 ഗ്രാം MDMAയും പിടികൂടുകയായിരുന്നു. ദീർഘനാളായി അനില പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. ഇവർ മയക്കുമരുന്ന് എത്തിച്ചത് കൊല്ലം നഗരത്തിലെ വിതരണക്കാരന് കൈമാറാൻ ആണെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. വിദ്യാർത്ഥികളെ അടക്കം ലക്ഷ്യമിട്ടാണ് ലഹരിമരുന്ന് എത്തിച്ചത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. 2021 സമാന കേസിൽ അനില പിടിയിലായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ന്യൂസ് 18 കൊട്ടാരക്കര. ലഹരിക്കെതിരെ കൊച്ചി നഗരത്തിൽ പോലീസിന്റെ മെഗാ കോമ്പിംഗ്. 250-ലേറെ പേരാണ് സിറ്റി പോലീസിന്റെ രാത്രി പരിശോധനയിൽ കുടുങ്ങിയത്. ലഹരി മരുന്നിനായി ഡോക്ടറുടെ വ്യാജ കുറിപ്പടി ഉണ്ടാക്കിയ 2 പേർ ഇതിനിടെ പറവൂരിൽ പിടിയിലായി. മദ്യപാനം ചോദ്യം ചെയ്തതിന് യുവാവിനെ കാറിടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒളിവിലുള്ള 3 പേർക്കായി അന്വേഷണം തുടരുകയാണ്. ലഹരി ഉപയോഗിക്കുന്നവരെയും ഇടപാടുകാരെയും കണ്ടെത്താൻ ലക്ഷ്യമിട്ടായിരുന്നു പോലീസിന്റെ പരിശോധന. കൊച്ചി നഗരം കേന്ദ്രീകരിച്ച് നടന്ന മെഗാ കോമ്പിങ്ങിൽ ലഹരിമരുന്ന് കൈവശം വെച്ച 36 പേർ പിടിയിലായി. മദ്യപിച്ച് വാഹനമോടിച്ച 191 പേരും പരിശോധനയിൽ കുടുങ്ങി. പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് 15 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ആരംഭിച്ച പരിശോധന പുലർച്ചെ വരെ നീണ്ടുനിന്നു. പറവൂരിൽ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിൽ ലഹരിക്കായി വ്യാജക്കുറിപ്പടിയുണ്ടാക്കുന്ന സംഘം പിടിയിലായി. പറവൂർ സ്വദേശിയായ നിക്സൺ, സനൂപ് എന്നിവരാണ് വടക്കൻ പറവൂർ പോലീസിന്റെ പിടിയിലായത്. നൈട്രോസെപ്പാം ഗുളികകൾ വാങ്ങുന്നതിനായാണ് കുറിപ്പടികൾ ഉണ്ടാക്കിയത്. ഇവരിൽ നിന്ന് ഡോക്ടറുടെ വ്യാജക്കുറിപ്പടികളും സീലും പിടിച്ചെടുത്തു. അതേസമയം കൊച്ചിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളായ 3 പേർക്കു വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. നിലവിൽ പത്തനംതിട്ട സ്വദേശിയായ അഭിജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാളുടെ സുഹൃത്തുക്കൾ ഒളിവിലാണ്. ഇവർ ഓടിച്ചിരുന്ന കാർ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനെ തുടർന്ന് പ്രദേശവാസിയായ യുവാവിനെ 4 സംഘം കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൊലപാതക കേസിൽ പ്രതി അഫാനെയും അച്ഛൻ റഹീമിനെയും ഒന്നിച്ചിരുത്തി മൊഴിയെടുത്തു. എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്ന് പൊട്ടിക്കരഞ്ഞ് റഹീം അഫാനോട് ചോദിച്ചു. ഉമ്മയും അനുജനും യാചിക്കുന്നത് കാണാൻ വയ്യായിരുന്നു എന്നാണ് പ്രതിയുടെ മറുപടി. അതേസമയം നിലവിൽ അഫാൻ ആത്മഹത്യാ പ്രവണത പ്രകടിപ്പിക്കുന്നില്ലെന്നാണ് സബ് ജയിൽ അധികൃതരുടെ വിലയിരുത്തൽ.
വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ ആദ്യമായാണ് പ്രതി അഫാനെയും പിതാവ് റഹീമിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത്. കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് സ്ഥിരീകരണം. ചോദ്യം ചെയ്യലിൽ എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്നായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് റഹീം അഫാനോട് ചോദിച്ചത്. ഉമ്മയും അനുജനും യാചിക്കുന്നത് കാണാൻ വയ്യെന്ന് അഫാന്റെ മറുപടി. കൂട്ടക്കൊലപാതകം നടന്ന ദിവസം 50,000 രൂപ കടം തിരികെ നൽകാനുണ്ടായിരുന്നുവെന്നും അഫാൻ. തന്റെയോ ഉമ്മ ഷെമിയുടെയോ കൈവശം പണമുണ്ടായിരുന്നില്ല. ഇതിന് തലേ ദിവസവും കാമുകി ഫർസാനയിൽ നിന്ന് 200 രൂപ കടം വാങ്ങി. 100 രൂപയ്ക്ക് ബൈക്കിൽ പെട്രോൾ അടിച്ച് ഉമ്മയുമായി ബന്ധുവീട്ടിൽ പണം കടം ചോദിക്കാൻ പോയി. ബാക്കി 100 രൂപയ്ക്ക് അഫാനും ഉമ്മയും ഒരു കടയിൽ കയറി ദോശ കഴിച്ചു. വീട്ടിൽ കടക്കാർ വരുന്നതിന് മുമ്പാണ് കൊലപാതകം ചെയ്തതെന്നും മൊഴി. കടത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും അഫാൻ 2 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങി. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് ദർശനം നടത്തി ഭക്തർ. പത്തനംതിട്ട പെരുന്നാട് കക്കാട്ട് കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് SNDP സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ഷർട്ട് ധരിച്ച് കയറിയത്. വിവരങ്ങളുമായി ശശി നാരായണൻ. ശശി, ഈ തരത്തിലൊരു നീക്കം, മുന്നേറ്റം ക്ഷേത്രങ്ങളിൽ ഉണ്ടാകണമെന്ന് നേരത്തെ SNDPയുടെ ഒക്കെ ആഭിമുഖ്യത്തിൽ ആവശ്യമുയർന്നിരുന്നു. ഇപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ അതാണ് കാര്യം. കാരണം തൃശൂർ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഇതുപോലെ ജീവനക്കാരോട് SNDP വിവാദപ്പെട്ട ജീവനക്കാരോട് ദേവസ്വം ബോർഡ് കാണിച്ച ചില അനീതി, അതിനെതിരെയുള്ള പ്രതിഷേധ നിലയ്ക്കാണ് പെരുന്നാട് കക്കാട് കോയിക്കോൾ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തില് SNDP യോഗം പ്രവർത്തകർ ഷർട്ട് ധരിച്ച് ക്ഷേത്ര ദർശനം നടത്തിയത്. ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാണെന്നാണ് ഈ പ്രതിഷേധിച്ച് കയറിയവർ പറയുന്നത്. കാരണം 25ഓളം വരുന്ന SNDP യോഗം പ്രവർത്തകരാണ് ക്ഷേത്ര ദർശനം നടത്തിയ ഷർട്ട് ധരിച്ച് ക്ഷേത്ര ദർശനം നടത്തിയത്. അത് തങ്ങളുടെ അവകാശമാണ്. ദേവസ്വം ബോർഡിന്റെ തീരുമാനം എന്തുമായിക്കോട്ടെ, അനാചാരങ്ങൾക്കെതിരെയുള്ള തങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഷർട്ട് ധരിച്ച് ക്ഷേത്ര ദർശനം നടത്തിയെന്നാണ് SNDP യോഗം പ്രവർത്തകർ പറയുന്നത്. മുൻപ് SNDP മഠവും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതിനോട് യോജിച്ചുകൊണ്ട് തങ്ങൾ പ്രതിഷേധിച്ചത്. കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സമാനമായ രീതിയിലുള്ള ഒരു സമരം ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഈ പ്രവർത്തകർ പറയുന്നത്. എന്തായാലും ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കുക, അല്ലെങ്കിൽ ഒരു പ്രതിഷേധം തീർക്കുക എന്നുള്ളതാണ് SNDP യോഗം പ്രവർത്തകരുടെ ആവശ്യം. അതിന്റെ അനുസരിച്ചാണ് 25ഓളം വരുന്ന പ്രവർത്തകർ SNDP പ്രവർത്തകർ ഈ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി. എന്തായാലും ദേവസ്വം ബോർഡിൽ നിന്നും ജീവനക്കാരിൽ നിന്ന് എതിർപ്പൊന്നും ഉണ്ടായില്ല. രാവിലെ ഷർട്ട് ധരിച്ച് ഞങ്ങൾ ദർശനം നടത്താൻ എത്തിയതാണെന്ന് ഇവർ പറയുകയും ചെയ്തു. തുടർന്നാണ് അയ്യപ്പ ദർശനം നടത്തിയതിനു ശേഷം ഇവർ മടങ്ങി. എന്തായാലും പ്രതിഷേധത്തിന്റെ സൂചകമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഷർട്ട് ധരിച്ച് നടത്തും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു വലിയ പ്രതിഷേധം തന്നെയാണ് രാവിലെ ഉണ്ടായത്. മറ്റു രീതിയിലുള്ള ദേവസ്വം ബോർഡ് ഭാഗത്തു നിന്ന് ഒരു എതിർപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ശ്രീജ. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് പ്രവേശിക്കുകയാണ് SNDP സംയുക്ത സമിതി പ്രവർത്തകർ ചെയ്തത്. വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ യശ്വന്ത് വർമ്മയുടെ ഫോൺ കോൾ വിശദാംശങ്ങൾ ഡൽഹി പോലീസ് ശേഖരിച്ചു. ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തുന്ന ദൃശ്യങ്ങൾ ഇതിനിടെ സുപ്രീം കോടതി തന്നെ പുറത്തുവിട്ടിരുന്നു. സുപ്രീം കോടതി നിയോഗിച്ച ആഭ്യന്തര സമിതിയുടെ അന്വേഷണം നിർണായകമാകും. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഒരുപക്ഷെ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു ദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ചാക്ക് കണക്കിന് നോട്ടുകെട്ടുകൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തുക, ഇതൊക്കെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ജഡ്ജി മുൻപ് പരിഗണിച്ച കേസുകൾ അടക്കം ഇതിൽ അന്വേഷണ വിധേയമാവില്ല. എങ്ങനെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നത്? ശ്രീജ, അന്വേഷണം മുറുകുന്നതോടുകൂടി ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്ക് കുരുക്ക് മുറുകുകയാണ്. കാരണം ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടായിരിക്കും ഈ വിഷയത്തിൽ നിർണായകമാവുക. കാരണം ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇതിനോടകം തന്നെ സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. 25 പേജുള്ള റിപ്പോർട്ടിൽ അവിടെ വിശദീകരണം തേടിയത് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഒപ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു 25 പേജുള്ള റിപ്പോർട്ടാണ് ഇതിനോടകം തന്നെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര സമിതി ഇപ്പോൾ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. 3 പേരടങ്ങുന്ന സമിതിയിൽ കർണാടക ഹൈക്കോടതി ജഡ്ജിയുണ്ട്, ഒപ്പം തന്നെ ഹരിയാന ഹൈക്കോടതി ജഡ്ജിയുണ്ട്. അങ്ങനെ 3 പേരടങ്ങുന്ന സമിതിയുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും.
ആരംഭിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വിഷയത്തിൽ തുടർ നടപടി. കാരണം നിലവിൽ സ്ഥലം മാറ്റം എന്ന നടപടിയിൽ ആണ് കൈക്കൊണ്ടിട്ടുള്ളത്. പക്ഷേ അത് പോരാ എന്ന അഭിപ്രായം അഭിഭാഷകർക്കിടയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി സുപ്രീം കോടതി പരിഗണിക്കുന്നത്. കാരണം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ച് ഒട്ടും നമുക്ക് കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവം തന്നെയാണ്. കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ യശ്വന്ത് വർമ്മ ഇത്തരമൊരു ആരോപണം നിഷേധിക്കുകയാണ് ഉണ്ടായത്. കാരണം ഈ സംഭവം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ വിവരം പുറത്തു വന്നത്. അതിനുശേഷം തനിക്കിതിൽ പങ്കില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ഇത്തരത്തിൽ നോട്ട് കെട്ടുകൾ കണ്ടെടുക്കുന്ന, കത്തിക്കരിഞ്ഞ നിലയിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ സുപ്രീം കോടതി ഈ വിഷയത്തെ കാണുന്നുണ്ട്. മാത്രവുമല്ല, ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ആഴത്തിലുള്ള അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ജഡ്ജിയുടെ മുൻകാല പ്രവർത്തനങ്ങൾ, മുൻപ് കൈകാര്യം ചെയ്യുന്ന കേസുകളിലേക്കൊക്കെ ഒരുപക്ഷെ അന്വേഷണം പോയേക്കാം. കാരണം 2018 CBI രജിസ്റ്റർ ചെയ്തൊരു പഞ്ചസാര മില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI രജിസ്റ്റർ ചെയ്ത കേസിൽ ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ മുൻകാല കേസുകളൊക്കെ തന്നെ ഒരുപക്ഷെ പരിശോധനയ്ക്ക് വിധേയമാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്. സർക്കാരിനെതിരെ സിറോ മലബാർ സഭ ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ടുള്ള ജനകീയ സമരത്തിന്റെ പേരിൽ ബിഷപ്പിനെതിരെ കേസെടുത്തത് അപലപനീയമെന്നാണ് സിറോ മലബാർ സഭയുടെ വിമർശനം. ലഹരി മാഫിയ ശക്തമാവുന്നതിലും പരിസ്ഥിതി നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിലും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് താമരശ്ശേരി രൂപതയുടെ സർക്കുലർ. കൊല്ലം ചടയമംഗലം പേൾ റെസിഡൻസി ബാറിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ഒരാൾ കുത്തേറ്റ് മരിച്ചു. ചടയമംഗലം കലയം സ്വദേശി സുധീഷാണ് കൊല്ലപ്പെട്ടത്. മറ്റ് 2 പേർക്കും കുത്തേറ്റു. സെക്യൂരിറ്റി ജീവനക്കാരൻ ജിബിനാണ് ഇവരെ കുത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച കൊണ്ടെന്ന് സൂചിപ്പിച്ച് VM സുധീരൻ. ജനകീയരായ സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന് വേണ്ടത്. സ്ഥാനാർത്ഥികളെ കാലുവാരാതെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ സാമൂഹ്യ സന്തുലിതാവസ്ഥ ഉറപ്പാക്കണമെന്നും അതിൽ പാളിച്ച ഉണ്ടാകാതെ നോക്കണമെന്നും VM സുധീരൻ ന്യൂസ് 18 Q18 തുറന്നടിച്ചു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വിഷയം, മധ്യ തിരുവിതാംകൂർ പോലും നല്ല സ്വാധീനമുണ്ടായിരുന്ന കോൺഗ്രസിന് ആ സ്വാധീനം കുറയുന്ന കാഴ്ചകൾ, ഈ സമുദായങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഡിപ്ലോമസി കോൺഗ്രസ് കൈവിട്ടുപോയി അല്ലെങ്കിൽ കളഞ്ഞു, അതുകൊണ്ടായിരിക്കും. ഒരു കാര്യം, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പാളിച്ച വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. പണ്ട് ഈ AK ആൻ്റണി, K കരുണാകരൻ അവർ രണ്ടുപേരും കോൺഗ്രസിനെ നയിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു വലിയൊരു ഗുണമുണ്ട്. നല്ല ഗ്രൂപ്പ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് മത്സരം ഉണ്ടായിരുന്നെങ്കിലും നല്ലൊരു ഗുണം, പോസിറ്റീവ് സൈഡുണ്ടായിരുന്നു. എന്താ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ജനസ്വാധീനമുള്ള, ജനസ്വീകാര്യതയുള്ള ആളുകളെയാണ് സ്ഥാനാർത്ഥിയാക്കുക. ഒന്ന്, നമ്പർ 1. നമ്പർ 2, സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ ഒരിക്കലും കാലുവാരലില്ല. സോഷ്യൽ ബാലൻസ് ഈ ആൻ്റണി കരുണാകരൻ ആ കാലത്ത്, ടീമിൻ്റെ കാലത്ത് സോഷ്യൽ ബാലൻസ് കൃത്യമായി പാലിച്ചിരുന്നു. ഇപ്പോൾ BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിച്ചു. നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കും. 4 മണിക്ക് സ്ക്രൂട്ടിനിയാണ്. നാളെയാണ് ഒഫീഷ്യലായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രഖ്യാപനവും മറ്റും നടക്കുന്നത്. നാളെ വിപുലമായിട്ടുള്ള സംസ്ഥാന പ്രതിനിധി സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഇത്തരത്തിൽ സമയാസമയങ്ങളിൽ, കൃത്യമായ ഇടവേളകളിൽ പാർട്ടിയുടെ ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള പുനഃസംഘടന പൂർത്തിയാക്കുന്നത്. ഈ പ്രാവശ്യം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും ആദ്യം, കാരണം ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ അടക്കം ഉണ്ടായിട്ടും ഏറ്റവും ആദ്യം ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം, ജില്ലാതലം വരെയുള്ള എല്ലാ സംഘടനാ തെരഞ്ഞെടുപ്പുകളും കൃത്യമായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല 14 ജില്ലകളുടെ എണ്ണം 30 വർദ്ധിപ്പിച്ചിട്ടും വളരെ സുഗമമായി, ജനാധിപത്യപരമായി എല്ലാവരോടും ആശയവിനിമയം നടത്തി ജില്ലാതലം വരെയുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി. ഇനി ഒരെണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്, സംസ്ഥാന അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പ്. അത് നാളെ ഉച്ചയോടുകൂടി അതിനും പരിസമാപ്തിയാവും. അതുകൊണ്ട് കേരളത്തിൽ ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട്, ഇത്രയും പ്രവർത്തകരെ, ലക്ഷക്കണക്കിന് പ്രവർത്തകരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു പ്രോസസ്സ് നടത്തിയത് ഞങ്ങൾ മാത്രമാണ്. കോൺഗ്രസ്സിലെല്ലാം നോമിനേഷൻസാണ്. CPM-ലാണെങ്കിൽ എല്ലാം ഒരു പാനൽ അവതരണമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി, നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ച് ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ
സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു കാര്യം പറഞ്ഞാൽ മതി, നോമിനേഷൻ കൊടുക്കുന്നുണ്ടോ? അല്ല, എത്ര പേർക്ക് വേണമെങ്കിലും നോമിനേഷൻ കൊടുക്കാം. ഞങ്ങളെ പാർട്ടിക്കകത്ത് പ്രസിഡന്റിനെയും 30 നാഷണൽ കൗൺസിൽ അംഗങ്ങളെയും തിരഞ്ഞെടുക്കാനുള്ള സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രോസസ്സാണ്. അതിൽ ഇടപെടാൻ എനിക്ക് അവകാശമില്ല. അല്ല, അതൊക്കെ നാളെ എൻ്റെ ചടങ്ങിൽ ഞാൻ വിശദമായിട്ട് പറയും ആ കാര്യങ്ങൾ. ഇന്നേ അത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം വിശദമായിട്ട് നാളത്തെ യോഗത്തിൽ പുതിയ പ്രസിഡന്റും പഴയ പ്രസിഡന്റും നാളത്തെ യോഗത്തിൽ സംസാരിക്കും. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായ ഇടവേളകളിൽ ഞാൻ തന്നെ പുതിയ പ്രസിഡന്റായത് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ഈ 5 വർഷത്തെ മാറുന്നതിലൂടെയാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട്. അതിനെ ഞങ്ങൾ എപ്പോഴും സ്വാഗതം ചെയ്തിട്ടേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ പ്രോസസ്സിനെ പറ്റി എനിക്ക് പറയാനുള്ള അവകാശമില്ല. അതുകൊണ്ട് ഞാൻ നാളെ പറയാം. പൂർത്തിയാക്കിയതിനു ശേഷം നമുക്ക് വിശദമായിട്ട് നാളെ പറയാം. ശരി. BJP സംസ്ഥാന അധ്യക്ഷൻ്റെ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ തന്നെ പുതിയ അധ്യക്ഷനാകും എന്ന കാര്യം ഉറപ്പാണ്. അക്കാര്യത്തിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം പക്ഷേ നാളെയാണ് ഉണ്ടാവുക. നാളെ സംസ്ഥാന ഒരു ഭാരവാഹി യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി പ്രഖ്യാപനം വരിക. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.